സുപ്രീം കോടതി കട്ടക്കലിപ്പിലാണ്. 8ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകത്തിൽ ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് ഒരു പാഠമുണ്ട് എന്ന് പറയുന്നു. ഉണ്ട്, അത് അതിൻ്റെ പേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് കോടതികളിൽ സുപ്രീം കോടതി, ഹൈക്കോടതി, കീഴ്ക്കോടതികളിലൊക്കെ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം, ഇതെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി, സുപ്രീം കോടതി അല്ലെങ്കിൽ ജുഡീഷ്യറിയിലെ കോഡ് ഓഫ് കോണ്ടക്റ്റിനെ കുറിച്ച് പറയുന്നു. ചിലരൊക്കെ അഴിമതിക്കാരൊക്കെ ഉണ്ട് ജുഡീഷ്യറിയിൽ എന്നൊക്കെ പറയുന്നൊരു പരാമർശം ആ പാഠപുസ്തകത്തിൽ ഉണ്ടെന്നാണ് അതിൻ്റെ നോട്ട് വന്നിരിക്കുന്നത്. സുപ്രീം കോടതി കേസെടുത്തു, കോടതി പൊട്ടിത്തെറിച്ചു, അതിന് ഉത്തരവാദികളായ ആളുകളുടെ തല ഉരുളണം എന്ന് പറഞ്ഞു, മനഃപൂർവ്വം കോടതിയെ ആക്ഷേപിക്കാനുള്ള ശ്രമമാണെന്ന് പറയുന്നു. കേന്ദ്ര സർക്കാർ അതിന് മാപ്പ് പറഞ്ഞു, എന്നാലും വിടാൻ പറ്റില്ല, ഇത് കണ്ടംപ്റ്റ് എടുക്കും എന്ന് കോടതി പറയുന്നു. അപ്പോൾ ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം തെറ്റാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ 2014 ചീഫ് ജസ്റ്റിസ് ആയിരുന്ന P. സദാശിവം ജുഡീഷ്യറിയിൽ അഴിമതിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എൻ്റെ ഓർമ്മയിൽ NV രമണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രഞ്ജൻ ഗൊഗോയ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഒരു ജഡ്ജിയുടെ വീട്ടിൽ യശ്വന്ത് ശർമ്മ, അല്ലേ, യശ്വന്ത് വർമ്മ, അങ്ങയുടെ വീട്ടിലെ ഔട്ട് ഹൗസിൽ തീപിടുത്തം ഉണ്ടായപ്പോഴത്തേക്ക് കത്തിക്കരിഞ്ഞ നോട്ട് കെട്ടുകൾ കണ്ടെത്തി 15 കോടി ഉണ്ടായിരുന്നു പറയുന്നു. അപ്പോൾ ജുഡീഷ്യറിയിൽപ്പെട്ട ആളുകൾ അഴിമതിക്കാരല്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അതിലും കാരണം ജുഡീഷ്യറിയിലുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. സമൂഹത്തിലെ തിന്മകളുടെ ഒരു ചെറിയ അംശം അവരെയും ബാധിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നത് അത്ര ഗുരുതരമായ കുറ്റമാണോ? സുനിൽ, ഈ ജഡ്ജിമാരാരും തന്നെ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്നേക്കണല്ല ഭൂമിയിൽ നിന്ന്. അവർ സാധാരണ മനുഷ്യരാണ്. സുനിൽ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ഇവരെ നിയമിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുനിലും പ്രിയനും കൂടി കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ചന്ദ്രചൂഡിൻ്റെ മകൻ, പഴയ മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ മകൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഷാഡോസ് ഓർ സംതിങ്. ഞാൻ ഓർക്കണില്ല. ഞാൻ സുനിൽ അത് ആ പുസ്തകത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു പുസ്തകം ഉണ്ടെന്ന് അറിയണത് തന്നെ. അതിൽ നെഹ്റു ഒരു മുസ്ലിമിനെ തന്നെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച ഒരു കഥ സുനിൽ അത് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ജുഡീഷ്യറിയിൽ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെൻറ്റും ഡിസ്ക്രിമിനേഷനും എല്ലാം അന്ന് തൊട്ടേ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഒന്ന് ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നു, ഈ ഞാൻ പറയാറുണ്ട്, നീറ്റില്ലേ, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ് പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുകാർ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. അവർ നീറ്റിനെതിരാണ്. കാരണം അവർക്ക് ക്യാപിറ്റേഷൻ ഫീസ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഈ കേസ് വിചാരണയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് ചീഫ് ജസ്റ്റിസ് അൽത്തമാസ് കബീർ, പിന്നെ അതുപോലെ ഒരു ദവേ എന്ന് പറഞ്ഞ ജഡ്ജുണ്ട്, വേറെ ഒരാളും കൂടിയാണ്, ഞാൻ പേര് ഓർക്കണില്ല അദ്ദേഹത്തിൻ്റെ. 2013 2014 ആയിരുന്നു സംഭവം. അപ്പോൾ അദ്ദേഹം ആ കോടതിയിൽ ഹിയറിംഗ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് കെപ്റ്റ് ഫോർ എന്താണ് ഓർഡേഴ്സ് മാറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഓർഡർ അടുത്തൊന്നും വന്നില്ല. ഒരു ദിവസം സുപ്രഭാതത്തിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് വിധി പ്രഖ്യാപിച്ചു. ചീഫായിരുന്നു അൽത്തമാസ് കബീർ, ചീഫ് ജസ്റ്റിസ് അല്ലായിരുന്നു, അയാളുടെ ബെഞ്ചാണ്. അപ്പം അയാൾ വിധി പ്രഖ്യാപിച്ചു, നീറ്റ് പറ്റൂല, ഇന്ത്യയിൽ നീറ്റൊന്നും നടപ്പിലാകില്ല, അതൊന്നും വേണ്ട, പഴയ സിസ്റ്റം തന്നെ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. രാവിലെ വിധി പ്രഖ്യാപിച്ചു. അയാൾ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ സ്ഥലം വിട്ടു, ഡൽഹി വിട്ടു, മൂപ്പര് ബംഗാളിലോട്ട് പോയി. റിട്ടയർ ചെയ്ത അന്നാണ് അയാൾ ഈ കേസിന്റെ വിധി പറഞ്ഞത്. അപ്പൊ ഏതാണ്ട് അത് 8-10 മാസം എങ്ങാണ്ട് ഈ റിസർവ് ചെയ്തിരുന്നു. അപ്പം മൂപ്പര് ഇത് എന്താ പറയുന്നത്, വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ റിട്ടയർമെന്റിന്റെ അന്ന് രാവിലെ വിധി പ്രഖ്യാപിച്ചിട്ട് നല്ല മിടുക്കനാ, നല്ല ബുദ്ധിയുണ്ടെങ്കിൽ കിഡ്നിയുണ്ട് തലയിൽ നന്നായിട്ട്. അത് കഴിഞ്ഞ് പോയി. അപ്പോൾ അതിനുശേഷം വന്ന് ചീഫ് ജസ്റ്റിസ്, എനിക്ക് ആരാ കവാടിയയാണോ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓർഡർ തെറ്റിയിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിന് ഈ മറ്റൊരു കേസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കേസ് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ആരോ പരാമർശിച്ചപ്പോൾ അദ്ദേഹം ആ ജഡ്ജ്മെൻറ്റിലൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഒന്നോടെ ഹിയറിംഗ് നടത്തിയിട്ട് വിധി പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അൽത്തമാസ് കബീറിൻ്റെ ജഡ്ജ്മെൻറ്റ്
റദ്ദാക്കിയിട്ട് നീറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓർഡർ പ്രഖ്യാപിച്ചു. അതായത് നമ്മളിത് ഇതിനടുത്ത് ഈ വരികൾക്കിടയിൽ പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു നീറ്റ് ഇല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തെയും കോളേജുകൾക്ക് കോടിക്കണക്കിന് രൂപ, നൂറുകണക്കിന് കോടി രൂപ ക്യാപിറ്റേഷൻ ഫീസായിട്ട് വാങ്ങാം. അതെ അതെ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും സംശയിക്കുകയാണ്, ഈ ഒരു കേസ് വന്നു, കേസ് വാദം കേട്ടു, വിധി പറയാൻ 8 മാസം മാറ്റിവെച്ചു, ആ സമയത്ത് ചില ബാർഗെയിനൊക്കെ നടത്തി കച്ചവടം ഉറപ്പിച്ചു, എന്നിട്ട് വിധി പറഞ്ഞു എന്നൊക്കെ ആൾക്ക് സംശയിക്കാം. 350 കോടി രൂപയാണ് മേടിച്ചതെന്നാണ് പറയണത്. അലിഗേഷൻസ് വന്നിട്ടുണ്ട്. ഇത് പ്രൈവറ്റ് കോളേജ് അവരുടെ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഒരു പ്രതിനിധിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒഫീഷ്യൽ എന്താ പറയുന്ന ഒരു പദവി ഇരിക്കുന്ന മനുഷ്യനാണ്, അസോസിയേഷന്റെ ഒഫീഷ്യലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. 350 കോടി രൂപയാണ് മേടിച്ചത്. ഒരു കോളേജുകാർ ഒരു 5 കോടി കൊടുത്ത് അവരെ തമിഴ്നാട്ടിൽ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് അറിയോ സുനിലിന്, സ്വകാര്യ മേഖലയിൽ? അപ്പം അവിടെ നമ്മളെ ഈ ടെസ്റ്റ് എഴുതാനൊക്കെ ആയിട്ട് വിളിക്കുക. +2ൻ്റെ റിസൾട്ട് എല്ലാം കഴിഞ്ഞിട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കടലാസും കവറും കൈ തരാൻ എത്ര രൂപ കൊടുക്കാൻ പോകണമെന്ന് ചോദിക്കും. 1 to 1.5 crore ഉള്ളവനൊക്കെ സീറ്റ് അപ്പോൾ കൊടുക്കും. ഇതൊരു വലിയ വ്യവസായമാക്കി മാറ്റിയവർ. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസിന് തോന്നിയത് കൊണ്ട് അത് റീകോൾ ചെയ്തു. അതെ, പുതിയ വിധി ഉണ്ടായി. ആരവല്ലി കുന്നുകളുടെ കേസ് ഇനിയും പറയണോ കൂടുതൽ? റീസെന്റ് നടന്നതല്ലേ, ഒരു ചീഫ് ജസ്റ്റിസ് പോകുന്നതിന് മുമ്പ് ആരവല്ലി കുന്നുകളെ മുഴുവൻ പൊളിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിൽ വിധി പറഞ്ഞു. ഒരു ചാനൽ റിപ്പബ്ലിക് ടിവിയിലൂടെ അർണബ് ഗോസ്വാമി ഫൈറ്റ് ചെയ്ത് അത് ഇഷ്യൂ ഉണ്ടാക്കി. ഇപ്പോഴത്തെ ആരാധന എന്ന് തന്നെ ഞാൻ പറയും. കാരണം ജസ്റ്റിസ് സൂര്യകാന്ത് വന്നതിന് ശേഷം സുപ്രീം കോടതിയിലേക്ക് ഒരുപാട് സൂര്യ വെളിച്ചം വരുന്നുണ്ട് അല്ലേ? നിർണായകമായ. പക്ഷെ ഇത് NCERTക്കെതിരെ ആക്ഷൻ എടുക്കണം, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കടന്ന കൈയാണ്. അവർ മാപ്പ് പറഞ്ഞെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അതിനുള്ള മഹാമനസ്കത ഈ കോടതിക്ക് വേണ്ടതായിരുന്നു, സുപ്രീം കോടതിക്ക് വേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഇത്ര ദേഷ്യപ്പെടാൻ എന്താ ഉള്ള? കോടതിയിൽ അഴിമതി ഇല്ലാന്ന് കോടതിക്ക് പറയാൻ പറ്റുമോ? വളരെ എളുപ്പമായിട്ട് നമ്മൾക്ക് അലിഗേഷൻ പറയാം. ഈ കോടതി നമ്മുടെ ജുഡീഷ്യറിന്ന് അത്ര വലിയ മാലാകന്മാരൊന്നും അല്ല ജഡ്ജസ് അവിടെ ഇരിക്കുന്നവർ. അതെ, പലരും കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. പദവി സ്വന്തം പിതാവിൻ്റെയോ അതല്ലെങ്കിൽ സ്വന്തം അമ്മായിപ്പൻ്റെയോ ഒക്കെ കഴിവുകൊണ്ട് ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജായവർ എത്രയോ പേരുണ്ട് ഇന്ത്യയിൽ. ഇപ്പം കേരളത്തിൽ തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകള് ഹൈക്കോടതി ജഡ്ജിയാവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഇതൊക്കെ പുറത്തു വരണ അത് തന്നെയാണ്. പിന്നെ വേറൊന്നുണ്ട്, ഇപ്പം സുനിൽ എന്നാ പറഞ്ഞില്ലേ, നെഹ്റു ഒരാളെ വേണം എന്താ ചീഫ് ജസ്റ്റിസ്. മാനസിക നിലയെ കുറിച്ച് വരെ സംശയം. അയാളുടെ ഭാര്യയാണ് പറഞ്ഞത് അയാൾക്ക് മാനസിക നില തെറ്റിയിരിക്കാന്ന്. അതെ അതെ, അതും ജഡ്ജായി ജഡ്ജാക്കും. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനെ തൃപ്തിപ്പെടുത്തണമല്ലോ. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ വേറെ ഒന്നുണ്ട്, ഈ നമ്മുടെ കൃഷ്ണയ്യർ, VR കൃഷ്ണയ്യർ വലിയ മഹാനാണ്, വലിയ ജുഡീഷ്യറിയിൽ എന്താ നിയമത്തിലൊക്കെ വലിയ എന്താ പറയണ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. ഈ സ്വാമിയുടെ ആത്മകഥ എഴുതിയിട്ടുണ്ട്, വാണ്ടറിങ് ഇൻ മെനി വേൾഡ്സ് എന്ന് പറഞ്ഞാൽ. ആ പുസ്തകത്തിനകത്ത് അറിയാതെ ആണെങ്കിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്, അദ്ദേഹം ഹൈക്കോടതി ജഡ്ജായത് EMSന്റെ നിർബന്ധം കാരണം. EMS അയാളൊക്കെ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഇയാൾ കോടിക്കണക്കിന് രൂപ ഈ മറ്റേ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം കോയമാരുണ്ടല്ലോ നമ്മുടെ മലബാറിലുള്ള, അവരുടെയൊക്കെ അരിക്കച്ചവടവും അതിനൊക്കെ വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാക്കി കേസ് വാദിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനെ, നല്ല ക്വാളിഫൈഡ് വക്കീലാണ്, സംബന്ധിച്ചൊക്കെ നല്ല പാണ്ഡിത്യമുണ്ട്, അഗാധ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാനൊക്കെ കഴിയാൻ പറ്റുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്, ജഡ്ജിമാരിൽ നല്ലൊരു ശതമാനമുണ്ട് ഈ രാവിലെ തൊട്ട് ഉച്ചവരെ മറ്റേ ബെഞ്ചിൽ വന്നിരുന്നിട്ട് കേസ് എന്തെങ്കിലും കേൾക്കും, ഉച്ചയ്ക്ക് ശേഷം വരുമ്പോൾ ഒരെണ്ണത്തിന് വെളിവുണ്ടാവില്ല എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. വാണ്ടറിങ് ഇൻ മെനി വേൾഡ്സ്, ഒരു വലിയ കൃഷ്ണയ്യരുടെ ആത്മകഥ, ഔദ്യോഗിക ആത്മകഥ, അയാൾ തന്നെ എഴുതിയതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് സാർ, ഞാൻ തിരിച്ചു പോകട്ടെ. അപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ഇതിനെക്കുറിച്ചൊക്കെ ആക്ഷേപം പറയുന്നതിന് ആർക്കും പരാതിയില്ല. അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തൂണുകളാണല്ലോ ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്. അതിൽ ഈ 2 പില്ലറിനെ കുറിച്ച് എന്തും പറയാം. അടുത്ത പില്ലർ ഒരു വിശുദ്ധ പശുവാണോ? അതിനാണ് ട്രംപ് സാഹിബ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ജഡ്ജിയോടെയുള്ള കിറുക്കന്മാരാ, അതാണ് താരിഫ് റേറ്റ് ക്യാൻസൽ ആക്കിയെന്ന് പറഞ്ഞ്. എന്തെങ്കിലും ചെയ്യട്ടെ, അവർ ആക്ഷൻ എടുക്കും അദ്ദേഹത്തിന്. അവിടെ ഉണ്ടല്ലോ കണ്ടംപ്റ്റ്.
അവിടെയും കണ്ടംപ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ടോ? അല്ല, കണ്ടംപ്റ്റിനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ടല്ലോ. കണ്ടംപ്റ്റ് കോടതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് യഥാർത്ഥമായ എന്താ ഒരു വിമർശനമാണെന്ന്, അല്ലെങ്കിൽ അകാരണമായ വിമർശനമാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം, ശിക്ഷിക്കുകയൊക്കെ ചെയ്യാമെന്നുണ്ട്. പക്ഷേ നമ്മൾ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ജുഡീഷ്യറിയിലാണ് ആളുകളുടെ ഒരു ലാസ്റ്റ് റിസോർട്ട് പോലെ ആളുകൾ കരുതുന്നത്. കാരണം ഇപ്പം സിസ്റ്റം, ഇപ്പം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കണ്ടില്ലേ, കേരളത്തിൽ വലിയ വിവാദമാണ്. ഒരു മന്ത്രിയെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് മന്ത്രിയുടെ അടുത്തേക്ക് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ചെന്നതായിട്ട് കാണുന്നില്ല. പിന്നീടുള്ളത് മന്ത്രിയാണ് ആക്രോശിക്കുന്നത്. ഒരു വനിതാ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, മാധ്യമ പ്രകോപിപ്പിക്കരുത്, ആരെ? മന്ത്രിയെ പ്രകോപിപ്പിക്കരുത്. മന്ത്രി അങ്ങ് പ്രകോപിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരൊറ്റ സമരക്കാരനും അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരൊറ്റ വിഷ്വൽ പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് പരിക്ക് പറ്റിയത്? സ്വാഭാവികമായി ഇപ്പോൾ പ്രചരിച്ചു വരുന്നത് ആ പോലീസുകാർ മന്ത്രിക്ക് ചുറ്റും വലയം തീർത്തപ്പോൾ ഒരു പോലീസുകാരുടെ കൈ മന്ത്രിയുടെ കഴുത്തിൽ മുട്ടുന്ന ഒരു ഫോട്ടോഗ്രാഫും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം കഴുത്തിൽ വേദന അത് വന്നത്. KSUകാരനാക്കി അവര്, ഈ പോലീസുകാരന്റെ കൈ പോലീസുകാരിയാണ്. അപ്പോൾ പോലീസുകാർ, യൂണിഫോമിലുള്ള പോലീസുകാർ. അപ്പോൾ അതിൻ്റെ അന്വേഷണം വരട്ടെ. പക്ഷേ എന്നാൽ പോലും അപ്പോൾ ഇങ്ങനെ എക്സിക്യൂട്ടീവ് ഇങ്ങനെ വല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്യുകയും കറപ്റ്റ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിൽ ഒരു അവസാനത്തെ ആശ്രയം ജുഡീഷ്യറിയാണ്. വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിൽ ജുഡീഷ്യറി കുഴപ്പക്കാരാണ്, ജുഡീഷ്യറിയിലും കുഴപ്പമുണ്ട് എന്നൊരു സാധനം കുത്തിവെക്കുന്നത് ശരിയാണോ? അങ്ങനെ പറയണില്ലല്ലോ. ജുഡീഷ്യറി ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വ്യക്തി ജുഡീഷ്യറി കറപ്റ്റ് അല്ല, എല്ലാത്തിലും തികഞ്ഞ് ഇങ്ങനെ ഉദാത്തമായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ജഡ്ജിമാരെന്ന് പറയുന്ന സുനിലിന് തോന്നുന്നുണ്ടോ? സുനിൽ എന്നെ എത്രയോ വർഷം ഗ്രൗണ്ട് റിയാലിറ്റി പത്രക്കാരനായിട്ട് നിന്ന് കോടതി ഫങ്ഷൻസ് എല്ലാം കണ്ടിട്ടുള്ളതല്ലേ. എന്നെക്കാൾ ഞാൻ ഇപ്പോഴാണ് ഈ പറയുന്ന കോടതിയിലൊക്കെ പോയി തുടങ്ങിയത്. സുനിൽ ഹൈക്കോടതി കവർ ചെയ്തിട്ടില്ല. സുനിലിനെ പറയാൻ പറ്റുമോ നെഞ്ചത്ത് കൈവച്ചിട്ടുണ്ട് എല്ലാ ജഡ്ജിമാരും സത്യസന്ധന്മാരാണെന്ന്? ഞാൻ എൻ്റെ സീനിയറായിട്ട് പഠിച്ചൊരുത്തനുണ്ട് കോളേജിൽ. അയാൾ ജഡ്ജായി, ഹൈക്കോടതി ജഡ്ജായത് അയാൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവായത് കാരണം. അത് കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജായി, സഭയുടെ റെക്കമെൻഡേഷനും ഉണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ പോലെ കൊളീജിയം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉള്ളിടത്തോളം കാലം എന്താ ഇത് തുടരുക തന്നെ ചെയ്യും. അഴിമതി നടത്തുന്ന ജഡ്ജിമാരെ എല്ലാവരും എന്താ ഈ ഹൈക്കോടതിയിലുണ്ട്, സുപ്രീം കോടതിയിലുണ്ട്, ലോവർ കോർട്ടിലുള്ള ആൾക്കാർ കുറച്ച് പേരെങ്കിലും മാന്യന്മാരാണെന്ന് പറയാം. കാരണം ഈ യുവതലമുറയിൽ വന്നിട്ടുള്ള മിടുക്കന്മാരായ നിയമ ബിരുദധാരികൾ, അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് ഹൈക്കോടതിയിലേക്ക് പ്രൊമോഷൻ വേണം, സുപ്രീം കോടതിയിലേക്കൊക്കെ എത്തണമെന്ന് ആഗ്രഹമുള്ള ജഡ്ജിമാരുണ്ട്. നേരെ തിരിച്ചുണ്ട് സാർ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന ജസ്റ്റിസ് ഗിരി ജഡ്ജായി കഴിഞ്ഞ പുള്ളി ഒരു മാസം കഴിഞ്ഞപ്പോൾ രാജിവെച്ചു. മടുത്തുകയാണ് സമ്മർദ്ദം അവിടുന്ന് ഇവിടെ കാശല്ലേ കിട്ടണ്ടേ. ഇപ്പൊ ഈ ഹരീഷ് സാൽവേനെയൊക്കെ ബെഞ്ചിലേക്ക് വിളിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അവര് പോവില്ല. കാരണം നമ്മുടെ മറ്റൊരാളുണ്ട്, നമ്മുടെ ആര്യമാ സുന്ദരാണോ? അല്ല, നേരത്തെ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി, അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, രാജിവെച്ചു, പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയുണ്ട്. ഇത് പല കാരണങ്ങൾ കൊണ്ടാവാം. സാമ്പത്തികമായിരിക്കാം, പിന്നെ വേറൊന്ന് സമ്മർദ്ദം. ഈ പറഞ്ഞ പോലെ എന്താ ഈ ജസ്റ്റിസ് സിൻഹയില്ലേ, ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട് ഒരു വിധി വന്നില്ലേ 75-ൽ അലഹാബാദ് ഹൈക്കോടതി. കൃഷ്ണയ്യർ സുപ്രീം കോടതിയിലായിരുന്നു. അപ്പം അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി സിൻഹയില്ലേ, അദ്ദേഹത്തിനെ പലരും സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയിലേക്ക് ഒരു വേക്കൻസി വരുന്നുണ്ട് കേട്ടോ, നോക്കി കണ്ടൊക്കെ നിന്നാൽ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ അർത്ഥം എന്താ? ഈ കേസ് തള്ളിക്കളഞ്ഞ അയാളെ സുപ്രീം കോടതി പ്രൊമോഷനാണ് കിട്ടുന്ന അർത്ഥം. അയാൾ പറഞ്ഞു നത്തിങ് ഡൂയിങ്, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ അയാൾ അടിച്ചു വിട്ടു. അതല്ലേ അയാൾ പിന്നെ പ്രൊമോഷനൊന്നും കിട്ടാണ്ട്. കൃഷ്ണയ്യർ ചെയ്ത എന്താ? കൃഷ്ണയ്യർ വളരെ വ്യക്തമായ ജഡ്ജ്മെന്റ്, ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിട്ട് തുടരാം, പക്ഷെ സഭയിൽ വരാം, ചർച്ചയിൽ പങ്കെടുക്കാൻ, വോട്ട് ചെയ്യാൻ പാടില്ല, എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയണ നിയമം വിധിയായിരുന്നു അത്. അയാൾ എന്നിട്ട് ജഡ്ജ്മെന്റിന്റെ കോപ്പി കൊടുത്തു. അപ്പൊ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്താ, വേറെ ഇതുകൂടി വായിക്കണം. EMS നമ്പൂതിരിപ്പാടിന്റെ നിർബന്ധപ്രകാരവും എന്ന് പറഞ്ഞാൽ ശുപാർശ കൊണ്ട് ആയിരിക്കണം അത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്വാമി പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതെ,
അത് നമുക്ക് പ്രത്യേകിച്ച് സ്വാമിയുടെ ആർഗ്യുമെൻറ്റും അതും ഇതും എല്ലാം കേട്ടാലൊക്കെ അറിയുകയും ചെയ്യാം. എന്നിട്ട് വെടിവയ്പ്പിനെതിരാണ്, ബെയിൽ കൊടുക്കണം എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദനത്തോപ്പ് വെടിവയ്പ്പുണ്ടായത് അയാളുടെ ഭരണകാലത്ത് കേരളത്തിൽ. അവിടെ അയാൾ പോയിരുന്നോ? ആഭ്യന്തരമന്ത്രിയായിരുന്നു അയാൾ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു. അയാൾ പോയിരുന്നോ? ഇല്ലല്ലോ, അയാൾ അവിടെ പോയിട്ടില്ല. എന്നാ വരെ ചന്ദനത്തോപ്പിൽ അയാൾ പോയില്ല. ഇതൊക്കെ ഈ എന്താ പറയണ, മുള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കാൻ ഉള്ള ശ്രമമാണ് നടത്തുന്നത്. അതുപോലെ മണത്തല ശിവക്ഷേത്രത്തിൽ സ്വാമി പറഞ്ഞില്ലേ ജാഥ നയിച്ചിട്ട്, ഞാൻ നമ്മൾ സംസാരിച്ചിരുന്നു അതിനെ കുറിച്ചിട്ട്. ഈ മണത്തല ശിവക്ഷേത്രത്തിലെ ആറാട്ട് പ്രമാണിച്ചിട്ട് ഈ ഘോഷയാത്രയുണ്ട്. ഈ ഘോഷയാത്ര പോകേണ്ടത് ഒരു മോസ്കിൻ്റെ മുമ്പിൽ കൂടിയാണ്. അപ്പം ഈ മോസ്ക് ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് മോസ്ക് അതിന് ശേഷം വന്നാണ്. ഇവിടെ വന്നപ്പോൾ കോയമാർ പറഞ്ഞു നോ നോ നോ, ഇതിൻ്റെ മുമ്പിൽ കൂടി പി ഒന്നും വിളിച്ചുകൊണ്ട് പോകാൻ പറ്റൂല, ചെണ്ടയൊന്നും കൊട്ടിക്കൊണ്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ കേസ് ഇയാളുടെ മുമ്പിലെത്തി. ഈ അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ പള്ളിയുടെ മുമ്പിലെത്തുമ്പോൾ പി വിളി നിർത്തണം, ചെണ്ടകൊട്ടം നിർത്തണം. എന്നിട്ട് പോയി 30 മീറ്റർ കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ കൊട്ടിക്കോ, വിളിച്ചോ. അപ്പോൾ ആ പുറകിലുള്ളവരിങ്ങനെ കൊട്ടിക്കൊണ്ടി വരും. അവിടെ വരുമ്പോൾ നിർത്തണം എന്ന്. മൊത്തത്തിൽ കൊട്ടാൻ പാടില്ല എന്ന് പറയുന്നത് വ്യത്യാസം. സ്വാമി ഭയങ്കര കൗശലക്കാരനായിരുന്നു. നമ്മൾ ആടിനെ പട്ടിയാക്കാൻ മിടുക്കനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വാമി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് പറയുന്നത്. അവർക്ക് കമ്മ്യൂണിസ്റ്റുകാർ കള്ളന്മാരുമാണ്. അയ്യോ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അവർക്ക് ഈ പറഞ്ഞ പോലെ എന്തോ ആവാമല്ലോ അവർക്ക്. പറഞ്ഞില്ലേ ഈ വീണയുടെ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞു പോലെ, ഉമ്മൻചാണ്ടിനെ കല്ലെറിഞ്ഞു, KV തോമസിന്റെ ടാറു വാരി പൂശിയോ അന്നാണ്ടൊക്കെ ചെയ്തു. അവർക്ക് അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ഈ വീണേനെ അങ്ങനെയൊന്നും തല്ലരുതായിരുന്നു കേട്ടോ. അവരെ അങ്ങനെ തല്ലാണെന്നൊന്നും തോന്നുന്നില്ല. നല്ല എന്താ പറയണ ഒരു ഡിഗ്നിഫൈഡ് ഇതാണ് കാര്യം. കമ്മ്യൂണിസ്റ്റുകാരി ആണെങ്കിലും ഒരു എന്താ പറയണ അത്യാവശ്യം അവർ ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ്. അവർ തല്ലാനൊന്നും പാടില്ലായിരുന്നു. അത് ചെയ്തത് തെറ്റാ. ഈ പറഞ്ഞു വന്നപ്പോൾ സുപ്രീം കോടതിൻ്റെ കാര്യമാണല്ലോ. സുപ്രീം കോടതിയിൽ ഇന്നത്തെ സിസ്റ്റം പോകണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് വൈൻഡ് അപ്പ് വിത്ത് കൊളീജിയം സിസ്റ്റം ആൻഡ് ഫുള്ളി മെറിറ്റ് ബേസിൽ വേണം ഈ സുപ്രീം കോടതി ജഡ്ജിമാരെയൊക്കെയും ഹൈക്കോടതി ജഡ്ജിമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാനായിട്ട്. അവിടെ കൊണ്ട് സംവരണം അത് ഇതൊന്നും എന്താ പറയുക ഇല്ലല്ലോ. ഈ കോടതികളിൽ ഇപ്പോൾ കേരളം ഹയർ ജുഡീഷ്യറിയിൽ സംവരണം ഇല്ല. പോരെ, ലോവർ ജുഡീഷ്യറിൽ ഉണ്ടായിച്ചാൽ പോരെ, തീർന്നില്ലേ? ഇപ്പം ഞാൻ മറ്റൊരു കാര്യം പിന്നെ ഒന്നോടെ പറയുക. ഈ സദാശിവൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോഴാണ് മറ്റേ കേസ് ദാരാസിംഗിൻ്റെ കേസ് വന്നത്. ദാരാസിംഗ് നിരപരാധിയാണ്. ഈ കുഷ്ഠരോഗം, ഇന്ത്യ കുഷ്ഠരോഗ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഇന്ത്യയിൽ എന്തിന് ഗ്രാം സയൻസ് വന്നു എന്നുള്ളത് ആരും ചോദിക്കണ്ടല്ല. അയാൾ എന്ത് കുനിഷ്ടാണ് ഇവിടെ ചെയ്തുകൊണ്ട്, അയാൾ മതപരിവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ ചാനലിലാണ് സാറ് പറഞ്ഞത് അയാളെ ആരും തീ വെച്ചതല്ല, അത് മറ്റേ അപകടത്തിൽ മരിച്ചാണ്. ക്യാമ്പ് ഫയറിൽ നിന്ന് ജീപ്പിലേക്ക് ഇത് കയറി മരിച്ചാണ്. അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞാന്ന് സുനിൽ. ഞാനിതൊന്നും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയാണ് നമ്മൾ വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷ റാറ്റിഫൈ ചെയ്യാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി റാറ്റിഫൈ ചെയ്തതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കി കൊടുത്തു. ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റൂല. എന്നിട്ട് ആ ഗ്ലാഡി സ്റ്റെയിൻസിന് പത്മശ്രീ ബഹുമതി കൊടുത്തിരിക്കുന്നു. എത്ര മത മേലധ്യക്ഷന്മാർക്ക് അതല്ലെങ്കിൽ സ്വാമിമാർക്ക് പത്മശ്രീ കൊടുത്തിട്ടുണ്ട്. ചിന്മയാനന്ദ സ്വാമിയും ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന ആളാണ്. രംഗനാഥാനന്ദജി ഉണ്ടായിരുന്നു, രാമകൃഷ്ണ മിഷൻ്റെ ഹെഡായിരുന്ന ഒരു മലയാളി. അദ്ദേഹത്തിന് എന്തെങ്കിലും അവാർഡ് കൊടുത്തിട്ടുണ്ടോ? ഒന്നും കൊടുത്തിട്ടില്ല. ഇവർക്കല്ല ഈ കുരിശിനും പിന്നെ എന്താ പറയുക കോയമാർക്കും കിട്ടുന്ന പ്രിഫറൻസ് ഹിന്ദുക്കൾക്ക്. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് അവരെ പോലെ ഉള്ള അവകാശത്തോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ മാത്രം മതി. പിന്നെ ഈ ജഡ്ജി കിടന്ന് ഇന്നലെയൊക്കെ കാട്ടിക്കൂട്ടിയത് കോഴി കട്ടവൻ്റെ തലയിൽ പൂട കാണുന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവും കൂടിയാണ്. അതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്? പക്ഷേ ജസ്റ്റിസ് സൂര്യകാന്ത് ഇത്രയും വലിയ അതൊരു സെൻസേഷണൽ ഇഷ്യൂ ആക്കേണ്ടിയിരുന്നില്ല അല്ലേ? ഞാൻ വിചാരിച്ച അദ്ദേഹത്തിൻ്റെ 2-3 ജഡ്ജ്മെൻ്റ് എല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച എന്താ പറയുന്നത്, കാരണം അതോടുകൂടി ഇത് വലിയ വാർത്തയായി. അത് വിട്ട് കളഞ്ഞാൽ മതിയായിരുന്നു. അല്ലെങ്കിലേ സുപ്രീം കോടതിയിൽ കേസുകൾ ഇങ്ങനെ കെട്ടി കിടക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇതും കൂടി വന്നിരിക്കുന്നത്. ഇവർക്ക് എന്താ വേണ്ടത്? ഇപ്പം ടെക്സ് അവർ പറയാ പിൻവലിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? മാപ്പും പറഞ്ഞു തോന്നുന്നു. അതെ അതെ, വിദ്യാഭ്യാസ വകുപ്പ് മാപ്പ് പറഞ്ഞു തോന്നുന്നു. എന്നിട്ട് കോടതികൾക്കെതിരെ ആരും ഒന്നും പറഞ്ഞുകൂടാ.
എന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. അത് അതെങ്ങനെയാ ആശാസ്യമായ പറയാതിരിക്കുക? കാര്യമല്ല. ഇതിനു മുമ്പ് ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ പലപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ജഡ്ജ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അതെ. ഒരു മറ്റേ ഒരു ഭീകരവാദികളുടെ ഒരു ടെലിവിഷൻ ചാനലുണ്ട്, അതിന്റെ ലൈസൻസ് അതെ. റദ്ദാക്കിക്കൊണ്ട് ഓർഡർ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതാക്കി കൊടുത്ത ചന്ദ്രചൂഡല്ലേ. അതെ. അപ്പൊ അയാൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഈ കോടതി വിമർശനാതീതമല്ല, ആർക്കു വേണമെങ്കിലും വിമർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, ഈ രാമജന്മഭൂമിനെ സംബന്ധിച്ച് വിധി വന്നപ്പോൾ ഈ നാട്ടിലെ ലിബറൽസും പിന്നെ സെക്യുലറിസ്റ്റുകൾ എല്ലാവരും പറഞ്ഞ എന്താ, കോടതി മനഃപൂർവ്വം ഹെൽപ്പ് ചെയ്ത് കൊടുത്താന്നാണ് അതെ, പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രചൂഡിന്റെ നെഞ്ഞത്തോട് കയറി. ആ അതുപോലെ ഇപ്പൊ അവസാന കാലത്ത് ചന്ദ്രചൂഡ് വീട്ടിലെ ഗണേശ പൂജയ്ക്ക് മോദിയെ വിളിച്ചത് വിവാദം. അതും വിവാദമായി. അതായത് ഹിന്ദുക്കളൊന്നും ചെയ്യാൻ പാടില്ല. ബാക്കി ഇവരുടെ വീട്ടിൽ ഈ എന്താ മറ്റേ ഇവർ പള്ളിയിൽ പോകുമ്പോൾ തലയിൽ തുണിയൊക്കെ ഇട്ടിട്ടാണ് പോണേ. ഞാൻ കണ്ടിട്ട് ഒരിക്കൽ ഈ സീതാറാം യെച്ചൂരിയും കുറെ ഗുരുദാസ് ദാസ് ഗുപ്ത എല്ലാവരും കൂടി പഞ്ചാബിലെ അമൃത്സർ ക്ഷേത്രത്തിൽ, സിഖ് ക്ഷേത്രത്തിൽ പോയി തലയിൽ തുണിയൊക്കെ ഇട്ട് കെട്ടിക്കൊണ്ട്. അവിടെ ആവാം, അതെ, ഇവിടെ ആവാൻ പാടില്ല. ഏതായാലും കോടതികൾ ജനങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയാണ്. അത് നന്നായി സുതാര്യമായി നിൽക്കണം. ജനാധിപത്യ കോടതികളെ ആളുകൾ ഒരു ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പോലെ വിശുദ്ധിയോടെ ഇന്നും കാണുന്നുണ്ട്. അതിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം ഉണ്ടാക്കാൻ പാടില്ല. അത് കോടതികളും ന്യായാധിപന്മാരും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഞാൻ പറയാൻ വരികയായിരുന്നു. ഞാൻ അങ്ങനെ അത് പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സുനിൽ പറഞ്ഞതിനോട് ഞാൻ 101% യോജിക്കുന്നു. യു ഹാവ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് ഇറ്റ് സെൽഫ്. ശരിക്കും ആണി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മതി. അത് ശരിയല്ലേ? 101% ശരിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.